നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പരും IFSC നമ്പരും ഉപയോഗിച്ച് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. ഇതുവരെയും ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നേരെ വീഡിയോ കാണാം. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും താഴെ ന്യൂ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. ഇവിടെ ട്രാൻസ്ഫർ മണി എന്ന് പറയുന്ന കുറേ ഐക്കണുകൾ കാണാം. ഇതിൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആർക്കാണോ നമ്മൾ പൈസ അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് ബാങ്കിൻ്റെ ആയാലും പ്രശ്നമില്ല, ഏത് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആയിരുന്നാലും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്പർ വളരെ കൃത്യതയോടെ ചെയ്യുക. അതിന് തൊട്ട് താഴെ വീണ്ടും നമ്മൾ അതേ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ നോക്കി അത് എൻ്റർ ചെയ്യരുത്, ടൈപ്പ് ചെയ്യരുത്. നമ്മൾ ആദ്യം എവിടെ നോക്കിയാണോ ടൈപ്പ് ചെയ്ത് അതേപടി. കാരണം ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൈസ നമ്മുടെ നഷ്ടപ്പെടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം IFSC കോഡ് ടൈപ്പ് ചെയ്യുക. നമുക്ക് IFSC കോഡ് അറിയില്ലെങ്കിൽ ഇവിടെ സെർച്ച് ഫോർ IFSC എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അക്കൗണ്ട് നമ്പർ ഏത് ബാങ്കാണോ ആ ബാങ്ക് അവിടെ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും കുറേ ബാങ്കുകളുടെ ലിസ്റ്റ്. അതിൽ നിന്നും നമ്മൾ അയക്കുന്ന അക്കൗണ്ട് നമ്പർ ഉള്ള ബാങ്ക് ഏതാണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ബ്രാഞ്ചാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ആ നമ്പർ IFSC നമ്പർ കാണാൻ സാധിക്കും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തെടുത്തെത്തി, അതായത് അക്കൗണ്ട് നമ്പർ കിട്ടി, IFSC നമ്പർ കിട്ടി. അതിനുശേഷം അക്കൗണ്ട് നമ്പർ ഉള്ളത് ആരുടെ പേരിലാണോ അയാളുടെ പേര് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൈസ അയക്കുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ, അയാളുടെ ബാങ്ക് IFSC, അയാളുടെ പേര്, ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിനി എത്ര രൂപയാണോ അയക്കേണ്ടത് ആ തുക അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1000 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ കാണുന്ന ആരോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ചോദിക്കും എന്ത് പർപ്പസിനാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാനിവിടെ വെറുതെ സെൻഡ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ UPI പിൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് UPI പിൻ ഗൂഗിൾ പേയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നമുക്കൊരു മെസ്സേജ് വരും, ഒപ്പം ഒരു ഗിഫ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കാർഡിൽ നിന്നും ഒരു ക്യാഷ് ബാക്കും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റിവാർഡ്സ് പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് ഇങ്ങനെ പൈസ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്കും
മിക്കവാറും ലഭിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ലഭിക്കണമെന്നുമില്ല. ഇത്തരത്തിൽ വളരെ ഈസിയായി മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഗൂഗിൾ പേ ഇല്ലാത്ത ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്.